ടീച്ചർ ഇതിപ്പോൾ തുടക്ക ടീച്ചർ പറഞ്ഞു ഒരു കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് 2 ദിവസം മുമ്പ് ഒരു ബോംബ് പൊട്ടും എന്ന് പറഞ്ഞായിരുന്നു. ഇത് പ്രാദേശിക തലത്തിൽ പൊട്ടിയ ബോംബാണോ അതിൽ ഉന്നത നേതൃത്വത്തിന് എന്തെങ്കിലും പങ്കുണ്ടെന്ന് ടീച്ചർക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടാവുമല്ലോ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ടാവും. അതെ, ഉണ്ടാവും. അതിൻ്റെ ഒരു കാരണം ഉണ്ടാവും എന്ന് വിശ്വസിക്കാൻ കാരണം കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന, അതും സാംസ്കാരിക പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ FB പേജിൽ നിന്നാണ്, ഫേസ്ബുക്കിൽ നിന്നാണ് ഇത് വന്നത്. ഈ സാധനം ഈ പെരുമ്പടന്നയിൽ താമസിക്കുന്ന പുള്ളിയുടെ ഗോപാലകൃഷ്ണൻ, അത് ഈ കോൺഗ്രസിൻ്റെ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അയാൾ സാംസ്കാരിക പ്രവർത്തകനാണെന്ന് അത്രയും അറിയപ്പെടുന്നത്. ഞാൻ ഇദ്ദേഹത്തെ മുനിസിപ്പാലിറ്റി പോകുമ്പോൾ കാണാറുണ്ട്, വളരെ മാന്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാറുണ്ട്, വർത്തമാനം പറയാറൊന്നും അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. ഈ പുള്ളിയുടെ ഈ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഇത് പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ മണ്ഡലമാണ്. അദ്ദേഹം അറിയാതെ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല. അദ്ദേഹം അറിയാതെ നടക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം അത് അവരെ വിളിക്കണമായിരുന്നു. ഇതിങ്ങനെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവിചാരിതമായി വന്ന സാധനമാണെങ്കിൽ അപ്പം തന്നെ അതെന്താ ചെയ്തത്, അതെന്താ ശരിയല്ലല്ലോ, അതിൻ്റെ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നില്ലേ? പക്ഷേ അതിൻ്റെ പിന്നാലെ ഈ സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ബോധ്യം. അതിനുശേഷം ഓരോന്നോരോന്ന് ചിത്രങ്ങളായി വരുന്നു. ഉച്ചയോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ചത്. അതിനുശേഷം ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം വന്നു. ഇതിനുശേഷം എപ്പോഴെങ്കിലും കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ആരെങ്കിലും ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, ഒരാളും വിളിച്ചില്ല, ഒരാളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. പക്ഷേ ധാരാളം പേർ കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം, ഞാനിപ്പോൾ ഈ പാർലമെൻറ്റ് ഇലക്ഷന് നിന്നതിന് ശേഷമുള്ള പരിചയം വെച്ചിട്ടും പല പൊതുപരിപാടികളിലും അതിൻ്റെ ഭാഗമായി പങ്കെടുത്തത് കൊണ്ടും അവരൊക്കെ വിളിച്ച് ധൈര്യമായിട്ടിരുന്നോളൂ ടീച്ചറെ, ഞങ്ങൾ കൂടെയുണ്ട്, ഞാനതും എൻ്റെ പേജിലിട്ടിട്ടുണ്ട്. അങ്ങനെ ധാരാളം പേർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ അതിപ്പോൾ നമുക്ക് കിട്ടുന്നൊരു കരുത്ത്, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ കരുത്ത് എവിടെ നിന്നെങ്കിലും കടം കൊണ്ടതോ ആരുടെ നിന്നെങ്കിലും ദാനമായി കിട്ടിയതോ അല്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരാശയം, ആ ആശയത്തിലുള്ള സമത്വബോധം, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്ന, അതിൻ്റെ ഭാഗമായി ഇപ്പം എൻ്റെ അധ്യാപക പ്രസ്ഥാനം, സാമൂഹ്യ പ്രവർത്തനം, അതിൻ്റെ ഭാഗമായി ആർജിച്ചെടുത്തതാണ്. അതിൻ്റെ ആ ഒരു കരുത്തിൻ്റെ മുകളിലാണ്, ആ ഒരു അടിത്തറയിലാണ്, ഉറച്ച അടിത്തറയിലാണ് ഞാൻ നിൽക്കുന്നത്.